എന്താടാ രാവിലെ ഇവിടെ ഇറങ്ങിയതല്ലേ? ഇതുവരെ എവിടെ തണ്ടിത്തിരിഞ്ഞ് നടക്കുകയായിരുന്നു. സമയം സന്ധ്യയായി. തെരുവിൽ കണ്ട പിള്ളേരുമായിട്ട് വന്നു. ആര്? മരിച്ചുപോയി നിന്റെ ബാപ്പയോ? അല്ലോ ബാപ്പയെ പറയല്ലോ ഉമ്മ. പിന്നെ ആരാടാ വന്നത്? എളാപ്പ വന്നു. എളാമയുണ്ട്. എടാ നിന്റെ ബാപ്പയെക്കാട്ട് മുമ്പേ നിന്റെ എളാപ്പ മരിച്ചില്ലേ? ഉമ്മ ഒന്നൊന്ന് നോക്കിക്കേ. ചേട്ടത്തിക്ക് എന്നെ മനസ്സിലായോ? മനസ്സിലായി. അബ്ദുള്ളയല്ലേ? അതെ, ഇതാണ് എന്റെ ഭാര്യ സൈനബ. സൈനബ, ഇതാണ് എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ അലാവുദ്ദീന്റെ ഉമ്മ. ഇവനെ പ്രസവിച്ച് കിടന്നപ്പോഴല്ലേ അബ്ദുള്ള ഇവിടുന്ന് പോയത്? എവിടെയോ കച്ചവടത്തിന് പോയി കപ്പൽ മുങ്ങി മരിച്ചുപോയി എന്നാ കേട്ടത്. മരിച്ചില്ല. മരിച്ചോ? ഇല്ല, കപ്പൽ മുങ്ങിയത് ശരിയാണ്. പക്ഷെ ഞാൻ മരിച്ചില്ല. കപ്പൽ പൊളിഞ്ഞ് ബസ്രായിൽ അടിഞ്ഞു കയറി. ഇവളെ വിവാഹം കഴിച്ച് ഞാൻ അവിടെ കൂടി. ഇപ്പൊ എനിക്ക് അവിടെ നല്ല കച്ചവടമാ. എനിക്കൊരൊറ്റ ദുഃഖമേ ഉള്ളൂ, എന്റെ ജ്യേഷ്ഠനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഈയിടെ ഇവിടെ നിന്നും ബസ്രായിൽ വന്ന ഒരു കച്ചവടക്കാരൻ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് ജ്യേഷ്ഠൻ മരിച്ചവർ. ഉടനെ ഇവിടെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. എല്ലാം അല്ലാഹുവിന്റെ വിധി. എനിക്ക് എന്റെ മോനെയെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ. അബ്ദുള്ള, ഇനി ഞങ്ങൾക്ക് ആരുമില്ല അബ്ദുള്ള, ആരുമില്ല. ചേട്ടത്തിക്ക് ഞാനുണ്ട്. പിന്നെ പൊന്നുംകുളം പോലത്തെ ഈ മോനില്ല. അതെ, ചേട്ടത്തി കരയരുത്. കണ്ണു തുറക്കാറല്ലോ ഉമ്മ. സൈനബായിരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. എളാപ്പേരിക്ക് ഇതൊക്കെ സ്വർണ്ണമാണോ? ഇതോ? അതെ അതെ അതെ. എനിക്കും ഉമ്മയ്ക്കും ഇതുപോലെ ഒന്നുമില്ല. എല്ലാം ഞാൻ വാങ്ങിത്തരാം. ഒരു സ്വൈരം കൊടുറാൻ മോനെ. സർബത്ത് കുടിക്കും. മോൻ കുടിക്കും. അവന് ഞാൻ വേറെ കൊടുത്തോളാം. അവൻ കുടിച്ചിട്ട് ബാക്കി ഞാൻ കുടിക്കും. അപ്പൊ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കെ, ഞാൻ അത്താഴം ശരിയാക്കട്ടെ. അല്ലോ അങ്ങനെ വേദനിക്കണമ്മ. നാണമില്ലല്ലോ. അലാവുദ്ദീൻ ഒറ്റക്കിട്ടിട്ട് ഓടിപ്പോന്നില്ലേ? അലാവുദ്ദീൻ ഇക്കാക്കെ പോലൊന്നും അല്ല. അടി കൊണ്ടിട്ടുണ്ടെ കൊടുത്തിട്ടും ഉണ്ടാവും. അയ്യോ, അബൂബക്കറേ, അബു അബുല്ലേ? എന്തിനാ ഇനി അടി ഉണ്ടാക്കാൻ പോണോ? ഇല്ല. എന്റെ മക്കളെ, നിങ്ങൾക്ക് മര്യാദയ്ക്ക് നടന്നൂടെ? ശരി, അതുപോട്ടെ. എന്റെ ഇളയാപ്പ വന്നു. ഇളയാപ്പയോ? ആര്? അബ്ദുള്ളയോ? അയാൾ മരിച്ചുപോയില്ലേ? ഇല്ല. മരിച്ചുപോയി? ആര്? ആരും ചത്തുപോയിട്ടില്ല. നിങ്ങൾ അറിഞ്ഞോ? അലാവുദ്ദീന്റെ ഇളയാപ്പ വന്നിരിക്കുന്നു. എളാപ്പയോ? മരിച്ചുപോയി അബ്ദുള്ള? മരിച്ചുപോയിട്ടില്ല. ഞാൻ എളയാപ്പയോട് തന്നെ ചോദിച്ചു. വലിയ പണക്കാരനായിട്ട് തിരിച്ചു വന്നിരിക്കുക. നീ എന്തൊക്കെയാ മോനെ ഈ പറയണത്? ഇതൊക്കെ കൊണ്ടുവന്നത് എളാപ്പയാ. എളാമയുണ്ട്. അല്ലാഹുവിന്റെ ഒരേ കുതിരത്ത്. അല്ല അബ്ദുള്ള, അലാവുദ്ദീൻ ഇങ്ങനെ കണ്ട പിള്ളേരുമായി കളിച്ചും വഴക്കിട്ടും നടന്നാ മതിയോ? അവന്റെ ബാപ്പ ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഏതെങ്കിലും ഒരു വഴിക്കാക്കുമായിരുന്നു. ചേട്ടത്തി വിഷമിക്കണ്ട. എനിക്ക് ബസ്രായി നല്ല കച്ചവടമല്ലേ. ഞാൻ ഇവനെ അവിടെ കൊണ്ടുപോയി കച്ചവടം പഠിപ്പിക്കും. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു നല്ല കടയിട്ട് കൊടുക്കും. ഇവന് വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കും. അതല്ല, ചേട്ടത്തിക്ക് ഇവനെ പിരിഞ്ഞിരിക്കാൻ വിഷമമാണെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്നില്ല. എനിക്കൊരു വിഷമവുമില്ല. അള്ളാഹുവിന്റെ കൃപ കൊണ്ട് എന്റെ മോൻ നന്നായി കണ്ടാ മതി. എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കുള്ളൂ. ഞാൻ ഇവനെ കൊണ്ടുപോയാൽ ഒരു രാജകുമാരനായിട്ട് തിരിച്ചു കൊണ്ടുവരും. എളാപ്പയോട് പോട്ടെ. പോകാം മോനെ, പോകാം. ഒരുങ്ങിക്കോ. നാളെ രാവിലെ നമുക്ക് പോണം. അബ്ദുള്ള, എന്റെ മോനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ചേട്ടത്തി, ഞാൻ ഇവനെ ഒരു വലിയ കച്ചവടക്കാരനാക്കി തിരിച്ചു കൊണ്ടുവരും. മാമോനെ. ഉമ്മ, ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വാ മോനെ. ബസ്രായിലേക്ക് പോകാന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇവിടെ എങ്ങനെ വന്നത്? അതെ മോൻ, അതിനു മുമ്പ് നമുക്കൊരു കാര്യം സാധിക്കും.
മോൻ അത് കണ്ടോ? ദാ അതൊരു ഗുഹയാണ്. ആ ഗുഹയ്ക്കകത്ത് ഒരു നിധിയുണ്ട്. നമുക്കത് എടുക്കണം. പൊന്നാണോ ഇളയാപ്പ? ഒരു വിളക്ക്. മോനത് എടുത്താ നമുക്ക് ഇഷ്ടം പോലെ പൊന്നുണ്ടാക്കാം. ക്ലീം, ക്ലീം, ഹൈ, ജയ് ശംഭോ. പേടിക്കണ്ട മോനെ. മോൻ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങി നടന്ന ഗുഹയുടെ അങ്ങേ അറ്റത്ത് ഒരു വിളക്ക് കാണും. മോനത് എടുത്തോണ്ട് വാ. അയ്യോ, എനിക്ക് പേടിയാന്നു. ഇളയാപ്പ കൂടെ വാ. എളാപ്പയ്ക്ക് വരാൻ പാടില്ല മോനെ. മോൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇതാ ഈ മോതിരം ഇട്ടോളൂ. ഈ മോതിരം ഇട്ടാ ഒരാപത്തും വരും. ഞാൻ പോവില്ല. ആ, എന്നാ ഇളയാപ്പ ഒരു കാര്യം ചെയ്യാം. ബസ്രാവ് പോയിട്ട് വരുന്ന വഴിക്ക് ഇതൊക്കെ ഒന്ന് എടുക്കാം. ബസ്രായിലൊക്കെ നമുക്ക് പോവാം. നീ ഒന്ന് അകത്തോട്ട് എത്തി നോക്ക്. എത്തി മാത്രം നോക്കാം. ഒന്ന് എത്തി നോക്ക്. ഇളയാപ്പ കുറെ പിടിച്ചോളൂ. പിന്നെ നീ ഒന്ന് നോക്ക്. അതൊക്കെ